പോലീസ് എത്ര ശ്രമിച്ചാലും പ്രതിപക്ഷ സമരങ്ങളെ തല്ലിത്തകർക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന വയനാട് എസ്.പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വയനാട് പുനരധിവാസം മുടക്കിയ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് എതിരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ സമരം. കഴിഞ്ഞ ദിവസം നടത്തിയ സമരം പോലീസ് അടിച്ചമർത്താൻ നോക്കിയത് ദുരിതബാധിതരോടുള്ള വെല്ലുവിളിയാണ്. കേന്ദ്രത്തിന് കണക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ വൈകിയതിനുള്ള കാരണം മുഖ്യമന്ത്രി വെളിപ്പെടുത്തണമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ചുരമല പ്രദേശങ്ങളിൽ വലിയ ദുരന്തമുണ്ടായപ്പോൾ ദുരിതബാധിതരായ ആളുകളുടെ പുനരധിവാസം ഒരുക്കുന്നതിൽ ഇരു സർക്കാരുകളും പരാജയപ്പെട്ടത് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം. ആ സമരത്തോട് വളരെ ക്രൂരമായ സമീപനമാണ് പോലീസും ഗവൺമെന്റും കൈക്കൊണ്ടത്. ഒരു സംഘർഷത്തിനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ഒരു മാർച്ചിലേക്ക് ലാത്തിചാർജ് നടത്തി. ഒരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യം ലാത്തിചാർജ് നടത്തി, 4 റൗണ്ട് നടത്തി. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ അടക്കമുള്ള പ്രിയങ്കരായ സഹപ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് എന്തോ വിരോധം തീർക്കാൻ എന്നവണ്ണം പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. എന്താണ് സ്ഥിതി? എത്ര നാളായി ഈ ദുരന്തം നടന്നിട്ട്? എന്തൊരു ബഹളമായിരുന്നു! മുഖ്യമന്ത്രി, മന്ത്രിമാർ ഇപ്പൊ ചെയ്തു കളയും, അത് ചെയ്തു കളയും. കണക്ക് കൊടുത്തില്ലെങ്കിലും ഒരു സഹായധനം തുടക്കത്തിൽ നൽകാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയില്ലേ? കണക്ക് കൊടുക്കാത്തത് തെറ്റ്, കണക്ക് വൈകിയത് തെറ്റ്. പക്ഷെ അതേ സമയത്ത് ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തം ഉണ്ടായ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ എല്ലായിടത്തും ആദ്യം പണം കൊടുത്തിട്ടുണ്ട്, കണക്ക് കിട്ടുന്നതിനും ഒരു തുക.